തനിക്കൊരു ഉടുപ്പി ഗ്രാമീൺ ബാങ്ക് അറിയോ? ഉടുപ്പി ഗ്രാമീൺ ബാങ്ക് നമ്മുടെ കേരളത്തിൽ തുടങ്ങുന്നത് 3 ബ്രാഞ്ചുകളാണ്. ദ ഫസ്റ്റ് വൺ ഈസ് അറ്റ് കാസർഗോഡ് ബേഡകം. ഈ ബാങ്കിന്റെ വളർച്ചയെ നിങ്ങൾ എങ്ങനെ സഹായിക്കും? സർ, ഇൻ നെക്സ്റ്റ് 5 years ഉടുപ്പി ഗ്രാമീൺ ബാങ്കിന്റെ ഏറ്റവും മികച്ച ബ്രാഞ്ച് ഇതായിരിക്കും. ഞാൻ നല്ല ഹാർഡ് വർക്കിംഗ് ആണ്, അതുകൊണ്ട് തന്നെ ബാങ്കിന്റെ വളർച്ചയും വേഗത്തിലായിരിക്കും. അപ്പൊ എന്നാ ബാങ്കിന്റെ ഉദ്ഘാടനം? ലോണിന് വരുന്ന എല്ലാവരും അങ്ങനെയൊന്ന് പറഞ്ഞു വിടാൻ പറ്റുമോ? ഫണ്ടില്ല എന്നുണ്ടെങ്കിൽ ഇറങ്ങിപ്പോയി ഡെപ്പോസിറ്റ് പിടിക്കണം. ഒരു 2 ലക്ഷം രൂപയെങ്കിലും ഇല്ലെങ്കിൽ എല്ലാവരും ജോലിയുടെ കാര്യമൊന്നും മറന്നേക്ക് കേട്ടോ. എന്ത് സഹായം വേണം? ഓരോയിടത്തും പോയി സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. പിന്നെ അവർ തരുന്ന കാശ് കൃത്യമായി കളക്ട് ചെയ്ത് ബാങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യണം. ഒരു 1 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്യാനുണ്ടായിരുന്നു. എനിക്ക് എക്സാം ഫീസ് അടയ്ക്കണമായിരുന്നു. സാധാരണഗതിയിൽ തുടങ്ങിയ ബാങ്കിൽ പിന്നെ നടന്നൊന്നും അധികം ആർക്കും അറിയത്തില്ല സാറേ. എന്താ നിന്റെ പ്രശ്നം? ഞങ്ങൾ എല്ലാവരുടെയും ജോലിയുടെ പ്രശ്നമാണ്. നിങ്ങൾ ആരെയാ പേടിക്കുന്നത്? ദയവ് ചെയ്ത് ഇത് പുറത്ത് പറയരുത്. ഐ എം വെരി സോറി ടു സേ ദിസ്. ഒറ്റൊരുത്തൻ്റെ പണിയാണല്ലോ. ഒരാഴ്ച കേട്ടല്ലോ. ഒട്ടും സമയം കളയരുത്. എത്രയും പെട്ടെന്ന് ഈ നാട്ടിൽ നിന്ന് പോകണം. ഇൻകം ടാക്സ് ഓഫീസറെ കുറിച്ച് അന്വേഷിച്ചു. ആള് മഹാപശുവ. ഒരു സംശയം തോന്നിക്കഴിഞ്ഞാൽ അയാളെ ഏതറ്റം വരെയും പിടിക്കാം. ഇനി ഇവിടെ എന്തൊക്കെ സംഭവിച്ചാലും ഷാനവാസ് ഈ കേസ് നമ്മളിലെ അവസാനിപ്പിക്കും. ഒരു ക്രൈം നടന്നാൽ അതെത്ര മൂടി വെച്ചാലും കാലങ്ങൾക്ക് ശേഷം പുറത്തു വരും. അവരെന്ന് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞതിന് ശേഷമുണ്ടായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിനക്കറിയണ്ടേ?